AC ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അലർജി നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. AC ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം വലിച്ചെടുത്തിട്ട് മൊത്തത്തിൽ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കണ്ണിനകത്ത് അതുപോലെ മൂക്കിനകത്ത് തൊണ്ടയ്ക്കകത്തൊക്കെ ഡ്രൈനെസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ മൂക്കൊലിപ്പും തുമ്മലും അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് AC ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ACയുടെ ഫിൽറ്റർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആ ഫിൽറ്ററിനകത്ത് പൊടികളോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുമൃഗങ്ങളുടെ രോമങ്ങളോ പൂമ്പൊടികൾ അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ ഉണ്ടാവും. 6 മാസം കൂടുമ്പോൾ ഫിൽറ്റർ മാത്രമല്ല മൊത്തം AC മുഴുവനായിട്ട് തന്നെ ഒന്ന് നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ACയുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അധികമായിട്ട് തണുപ്പുണ്ടാവുമ്പോൾ അത് വീണ്ടും ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് മൂക്കടപ്പ് ഉണ്ടാവാനും തുമ്മലും മൂക്കൊലിപ്പൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ മുഖത്തേക്കോ അതുപോലെ തന്നെ മൂക്കിലേക്കൊക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ACന്റെ കാറ്റ് വരുന്നത് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്. ACയുടെ ആ ഒരു കാറ്റ് മുകളിലേക്ക് നമ്മൾ തിരിച്ചു വിടേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പുതുതായി ഇപ്പോൾ AC വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ അലർജി ഫ്രീ ഫിൽറ്റേഴ്സ് ഒക്കെ ഉള്ള ACകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ ഫിൽറ്റേഴ്സ് ഒക്കെ ഉള്ള AC അവൈലബിൾ ആണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് AC കാരണം ഉണ്ടാകുന്ന അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾക്ക് AC ഉപയോഗിക്കുമ്പോൾ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.